ഹലോ, വെൽക്കം ബാക്ക്. നമ്മളിന്ന് രാവിലെ ഒരു നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എഗ്സും പിന്നെ കുറച്ച് വെജീസൊക്കെ ആയിട്ടാണ്. എഗ്സ് നമ്മുടെ ബുൾസൈ, പിന്നെ വെജീസ് എന്ന് പറഞ്ഞാൽ മഷ്റൂം, കുറച്ച് കോണ്, ക്യാപ്സിക്കം, കുട്ടി തക്കാളി, നമ്മൾ ചെറിയ ടൊമാറ്റോസ് എന്ന് ഇവിടെ ന്യൂസിലൻഡിൽ പറയും. അതൊക്കെ കൂടി ബട്ടറും സോൾട്ടും പെപ്പറും ഒക്കെ ഇട്ട് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. ഇതാണ് നമ്മുടെ വെള്ളരിക്ക ഉപ്പിലിട്ടത് സ്ലൈസ്ഡ് ചിക്കൻസ്. ഇവിടെ ന്യൂസിലാൻഡില് ഒരുവിധം സാധനങ്ങൾ, ഒരുവിധം പച്ചക്കറികളെല്ലാം തന്നെ ഉപ്പിലിട്ട് നമുക്ക് ഷോപ്പിൽ കാണാൻ പറ്റും. പിന്നെ ഇതൊരു ട്രഡീഷണൽ രീതിയാണ് ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ഇങ്ങനെ സൈഡ് ഡിഷ് ആയിട്ട് ഇങ്ങനെ ഉപ്പിലിട്ടത് എന്തെങ്കിലും കഴിക്കുന്നത്. പിന്നെ ഡൈജഷന് നല്ലതാണല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങാന്ന് എഴുതി. കാര്യം എന്ന് വെച്ചാല് നമ്മുടെ സമ്മർ കഴിഞ്ഞപ്പം പയറ് ചെടി നിന്നെടുത്ത് പയറിന്റെ ചെടിയെല്ലാം ആകെ ഉണങ്ങി ഡ്രൈ ആയി നിൽക്കുവാണ്. കാര്യം ഇനി പയർ ഉണ്ടാവത്തില്ല. ഇപ്പൊ നമുക്കിവിടെ തണുപ്പ് സീസൺ തുടങ്ങി. ഇനി അടുത്ത സമ്മറിലേ നമുക്ക് പയറൊക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ ആ ചെടിയെല്ലാം നമ്മളൊന്ന് പറിച്ചെടുത്ത് ആ സ്ഥലം ഒന്ന് ക്ലീൻ ആക്കാനായിട്ട് പോയതാണ്. അപ്പൊ ഇനിയിപ്പോ ഒന്ന് എല്ലാം ഒന്ന് കിളച്ചൊക്കെ ഒന്ന് ഇടുകയാണെങ്കിൽ വിന്ററിൽ നടാൻ പറ്റുന്ന കുറച്ച് ചെടികളൊക്കെ നമുക്ക് നടുകയും ചെയ്യാം. അപ്പൊ നമുക്ക് അവിടെ കുറച്ച് ഉരുളക്കിഴങ്ങ് കിട്ടി. മുന്നേ എപ്പോഴോ നട്ടപ്പോ ഉള്ള ഉരുളക്കിഴങ്ങിന്റെ ബാലൻസ് ആണെന്ന് തോന്നുന്നു. ഒത്തിരി ഒന്നുമില്ല. മുന്നേ നമ്മള് കുറച്ച് ഉരുളക്കിഴങ്ങിന്റെ പ്ലാന്റ് അവിടെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾക്കത് കിളച്ചപ്പോ കിട്ടാതെ വന്നതായിരിക്കാം. ഇപ്പൊ അവിടുന്ന് കിട്ടുന്നത്. എന്തായാലും ഒരു ബോണസായി. കഴുകിയെടുത്ത് കഴിഞ്ഞപ്പോ ഇത്രയാണ് ഉരുളക്കിഴങ്ങുള്ളത്. അപ്പൊ ചെറിയ ഉരുളക്കിഴങ്ങാണ്. ഇത് ചുരണ്ടിയെടുക്കാൻ കുറച്ച് പാടായിരിക്കും. ഇത് കണ്ടോ, ഇത് പെരിഞ്ജീരകമാണ്. മുന്നേ നമ്മൾ ഫെനൽ പ്ലാന്റ് നട്ടിട്ടുണ്ടായിരുന്നേ. ഫെനൽ പ്ലാന്റിന്റെ സ്റ്റെം എടുത്ത് നമ്മളിങ്ങനെ സാലഡ്സിലൊക്കെ ഇടുമായിരുന്നു. അപ്പൊ ഞാനൊരു വീഡിയോ കണ്ടു. ഇങ്ങനെ ആ ഫെനൽ പ്ലാന്റിന്റെ ഫ്ലവേഴ്സ് വാടാനായിട്ട് അവിടെ തന്നെ അങ്ങ് നിർത്തിയാല് അതില് വാടി കഴിയുമ്പോൾ നല്ല ഇതുപോലെ പെരിഞ്ജീരകം ഉണ്ടാവുമെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു കറക്റ്റ് ആണോ എന്നൊക്കെ. പക്ഷെ അതെ, പെരിഞ്ജീരകം റെഡി ആയിട്ടുണ്ട്. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ നല്ല ഫ്ലേവർ ആയിരുന്നേ. ഇന്നലത്തെ കഞ്ഞിവെള്ളമാണ് ഇത്. തണുപ്പായതുകൊണ്ട് നല്ല കട്ടയായിട്ട് ഇരിക്കുവാണ്. ഞാനിങ്ങനെ കേട്ടു കറിവേപ്പിനൊക്കെ കഞ്ഞിവെള്ളം ഒഴിച്ചാല് നല്ലതാണ് അതിന് വളർച്ചയ്ക്കൊക്കെയെന്ന്. നമ്മളിവിടെ കറിവേപ്പ് നട്ടിട്ട് വലിയ വളർച്ചയൊന്നും ഇല്ല. അതൊരു ഇങ്ങനെ നീണ്ടു പോവുകയാണ് അതിന്റെ കമ്പ്. ഈ ഇടയ്ക്കാണ് ഞങ്ങൾ കേട്ടത് അതിങ്ങനെ പ്രൂൺ ചെയ്ത് വിടണമെന്നൊക്കെ. പിന്നെ കുറച്ച് കറിവേപ്പിലയും തൈരും ഒക്കെ ഒഴിക്കണമെന്ന് കേട്ടു. അപ്പൊ നമ്മളൊന്ന് പരീക്ഷിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അത് എല്ലാ കറിവേപ്പിനും കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരു 4-5 മൂട് കറിവേപ്പുണ്ട്. ഇപ്പൊ അതിന്റെ ഗ്രോത്ത് ഒക്കെ കുറഞ്ഞിരിക്കും. ഇപ്പൊ തണുപ്പായി തുടങ്ങിയത് കൊണ്ട് സമ്മറിന്റെ സമയത്ത് മാത്രമേ ഇത് നന്നായിട്ട് വളരത്തുള്ളൂ. അല്ലാത്തപ്പോ നമ്മള് ഈ പോട്ടിൽ നട്ടേക്കുന്നത് കൊണ്ട് തന്നെ എല്ലാം എടുത്ത് ഞങ്ങൾ ഗ്രീൻ ഹൗസിനകത്തോട്ട് അങ്ങ് വെക്കും. അപ്പൊ പിന്നെ അവിടെ അങ്ങ് നിന്നോളും. കുറച്ച് ചൂടൊക്കെ അതിനകത്തുണ്ടല്ലോ. ഒരു പരീക്ഷണാർത്ഥം നമ്മള് ഒരു മൂട് കറിവേപ്പ് നമ്മൾ പുറത്തോട്ട് നടാന്ന് വിചാരിച്ചു. ഈ വർഷം നമ്മൾ മാറ്റി നട്ടതാണ്. ഇത് പോട്ടിനകത്ത് നിന്നാണ്. പ്രത്യേകിച്ച് വളർച്ചയും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ ഒരു മൂട് പുറത്തോട്ട് നിക്കട്ടെ എന്ന് കരുതി ബാക്കിയുള്ളതൊക്കെ നമ്മള് പോട്ടിനകത്താക്കി ഗ്രീൻ ഹൗസിനകത്ത് വെച്ചേക്കുവാണ്. അപ്പൊ ഇനി കെയർസ് ഒക്കെ കൊടുത്ത് കഴിയുമ്പം ചിലപ്പോൾ ഇത് വളരുമായിരിക്കും. പിന്നെ നമ്മൾ കുറച്ച് സിൽവർ ബീറ്റ് പ്ലാന്റ് ചെയ്തു. സിൽവർ ബീറ്റിന്റെ സീഡ്സ് ആണ്. സിൽവർ ബീറ്റ് എന്ന് വെച്ചാൽ ഒരു നമ്മുടെ ചീരയുടെ ഒക്കെ ഒരു ടൈപ്പാണ്. അപ്പൊ ഈ തണുപ്പ് സമയത്ത് വളരുന്ന വെജീസിലുള്ളതാണത്. ഇതൊന്ന് ഉണ്ടായി കഴിഞ്ഞാൽ അത് കാട് പോലെ അവിടെ ഉണ്ടാകും. നമ്മൾ അന്ന് നട്ട ചുവന്നുള്ളിയൊക്കെ ദേ ഇവിടെ മുളച്ചു തുടങ്ങി. അതിന്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് സ്ട്രോബെറി നട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇത് കമ്പാനിയൻ പ്ലാന്റിൽ പെടും. അതായത് ഒരുമിച്ച് നട്ടാൽ പ്രയോജനമുള്ള കുറച്ച് പ്ലാന്റ്സ് ആണ് ഇതൊക്കെ. അതായത് സിൽവർ ബീറ്റ് ഉണ്ട്, ഓണിയൻ, പിന്നെ സ്ട്രോബെറി, ഇവരൊക്കെ കമ്പാനിയൻ പ്ലാന്റ്സ് ആണ്. അപ്പം ഇത് കണ്ടോ, ഓണിയൻ എല്ലാം വെച്ച് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മൾ സമ്മറിൽ നട്ട പയറാണ്. ഇപ്പോഴും കണ്ടോ ഈ തണുപ്പത്ത് നല്ല പച്ചപ്പോടുകൂടി നിപ്പുണ്ട്. ഇനി ഇതിൽ ഫ്ലവേഴ്സ് ഒന്നും ഇല്ല. ഇതിൽ കുറച്ച് പയറുണ്ടായിരുന്നു, അത് ഞാൻ പറിച്ചെടുത്തു. ഇനി ഇത് നമ്മൾ ഈ ചെടിയോട് പിഴുത് കളയുന്നതായിരിക്കും നല്ലത്. കാര്യം അത് അവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. ഒരു ചെറിയ മെഴുക്കുവരട്ടിക്കുള്ള പയറ് കിട്ടി. ഇത്തവണ നമുക്ക് സമ്മറിൽ ഏറ്റവും കൂടുതൽ കിട്ടിയത് പയറ് തന്നെയാണ്. കാര്യം പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ പയറ് നട്ട് പയറ് കുറച്ചധികം കിട്ടിയായിരുന്നു. ഈ പയറിന്റെ സീഡ്സ് ഉണ്ട്. ഇത് നല്ല മെച്ചുവേർഡ് ആയിട്ടുള്ള പയറാണ്. ഞാൻ ഇത് പൊളിച്ചെടുത്ത് ഈ സീഡ്സ് മാത്രമായിട്ടാണ് മെഴുക്ക് പുരട്ടുന്നത്. പിന്നെ എനിക്കിന്ന് കുറച്ച് ചേമ്പിന്റെ ചെടി കിട്ടി. നമ്മുടെ നാട്ടിലെ ചേമ്പാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇതെനിക്ക് തന്ന ആൾക്കാർ എന്നോട് പറഞ്ഞത് ഇതിന്റെ ലീവ്സ് എടുത്ത് അവര് നമ്മുടെ തോരനായിട്ട് തേങ്ങയൊക്കെ ഇട്ട് തോരനായിട്ട് വെച്ച് കഴിക്കുന്ന പറഞ്ഞത്. നമ്മുടെ ഈ ക്ലൈമറ്റിൽ നമുക്ക് 4 to 6 hours ആണ് സൺ കിട്ടുന്നത്. അപ്പൊ ഇത് നടുമ്പം ആ ഒരു 4 to 6 hours സണ്ണി ആയിട്ടുള്ള സ്ഥലത്ത് വേണം ഒരുവിധം പ്ലാന്റ്സ് ഒക്കെ നടാനായിട്ട്. ഈ സമയത്ത് നടുന്ന പ്ലാന്റ്സ് എല്ലാം നടാനായിട്ട്. അങ്ങനെ ഒരു സ്പോട്ട് കണ്ടുപിടിച്ച് നമ്മള് ചേമ്പ് നട്ടു. പിന്നെ നമ്മുടെ ഓറഞ്ചിന്റെ കുട്ടിമരം, അതിൽ ആദ്യമായിട്ടുണ്ടായ ഒരു ഓറഞ്ചാണ്.
കൃഷിപ്പണിയൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് പുറത്തോട്ടിറങ്ങി. നമുക്കിന്ന് കുറച്ച് റീസൈക്കിൾ വേസ്റ്റ് കൊണ്ട് കളയാനായിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ ബിന്നുണ്ട്. റീസൈക്കിൾ വേസ്റ്റ് അതിൽ നിറച്ച് വച്ചാല് നമുക്ക് ആഴ്ചയില് വീട്ടില് കളക്ഷൻസ് ഉള്ളതാണ്. പക്ഷെ അത് ഓൾറെഡി നിറഞ്ഞു പോയി. അപ്പൊ പിന്നെ നമ്മൾക്ക് പുറത്ത് കൊണ്ട് കളഞ്ഞല്ലേ പറ്റത്തുള്ളൂ. നമുക്ക് കുറച്ച് കാർഡ്ബോർഡ്സ് ആണ് കളയാനായിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആ സ്ഥലത്തെത്തി. നമ്മുടെ വീടിന് അവിടെ നിന്നൊരു 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ ഇങ്ങോട്ട്. നമുക്കിങ്ങനെ ഡംപ് ചെയ്യുന്നത് ടോട്ടലി ഫ്രീ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഇവിടെ വരെ കൊണ്ടുവരുന്ന ഒരു പാടേ ഉള്ളൂ. നമുക്കങ്ങനെ കൊണ്ട് എവിടെയെങ്കിലും ഇടാൻ പറ്റത്തില്ല. പ്രോപ്പറായിട്ട് തന്നെ ഡിസ്പോസ് ചെയ്യണം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എവിടെ എന്തൊക്കെ ഇടണമെന്നുള്ളത്. നമ്മൾ തെറ്റായിട്ട് ആണ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനുണ്ട്. ഇതിന്റെ എല്ലാ സ്ഥലത്തും ക്യാമറ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും വേസ്റ്റ് ഒന്നും ഇവിടെ കൊണ്ട് കളയാൻ പറ്റത്തില്ല. എന്തൊക്കെ എവിടെ ഇടണമെന്നുള്ളത് എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് നമ്മളത് ചെയ്യണം. നമ്മൾ ചെയ്തത് തെറ്റായിട്ടാണെങ്കിൽ നമുക്ക് $400 ഫൈനുണ്ട്. ഇതുവഴിയാണ് നമ്മൾ ബോട്ടിലൊക്കെ ഉള്ളിലോട്ട് ഇടുന്നത്. ബോട്ടിൽ ഇങ്ങനെ പൊട്ടുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. നമ്മളിവിടെ ആദ്യമായിട്ടല്ല വരുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാം പ്രോപ്പറായിട്ടൊക്കെ തന്നെ ചെയ്തു. തിരിച്ചു പോവുകയാണെ പോകുന്ന വഴിക്ക് ഇതേ 2 വശത്തായിട്ട് കണ്ടോ നല്ല റെഡ് ഇലകളുള്ള ട്രീസ്. നല്ല ഭംഗിയല്ലേ? ഇത് അധികം നാള് നിക്കത്തില്ല. വിന്ററിന്റെ ഒരു സമയമൊക്കെ ആവുമ്പോഴേക്കും ഇത് ഫുള്ള് കൊഴിഞ്ഞു പോകും. ഈ കാഴ്ച ഇങ്ങനെ കണ്ട് കണ്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ നല്ല രസമായിരുന്നേ. പിന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ട് ഉച്ചയ്ക്ക് നല്ല കപ്പ ഇളക്കിയത്, മീൻകറി ഉണ്ടായിരുന്നു. പിന്നെ പോർക്ക് ഉണ്ടായിരുന്നു. വാള മീൻകറിയാണ്. നമുക്കിവിടെ ന്യൂസിലാൻഡിൽ എപ്പോഴും അങ്ങനെ വാള മീൻ കിട്ടാറില്ല. പക്ഷെ ഷോപ്പിൽ ചെന്നപ്പോൾ ഉണ്ട് വാള മീൻ നിക്കുന്നു. വാളമീനാണെങ്കില് അതിന്റെ മാംസത്തിന് വലിയ കട്ടിയൊന്നുമില്ല. ഭയങ്കര ഒരു തിന്നായിട്ടുള്ള ഒരു വാളയായിരുന്നു. പക്ഷെ എന്നാല് നമ്മളിത് എപ്പോഴും ഒന്നും കാണുന്നില്ലല്ലോ. അതുകൊണ്ട് പിന്നെ കൊതിയായത് കൊണ്ട് തന്നെ വാളമീൻ വാങ്ങിച്ചു. കറി അങ്ങ് വെച്ചു. മീൻകറി നാളത്തേക്ക് എടുക്കുന്നുള്ളൂ. ഇന്നിപ്പം കപ്പയും നല്ല പോർക്കൊക്കെ കൂട്ടി കഴിക്കാന്ന് വിചാരിച്ചു. മീൻകറി അവിടെ ഇരുന്നൊന്ന് ഒന്നൂടൊന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അല്ലേലും മീൻകറി വെച്ച ഉടനെ കഴിക്കാതെ ഒന്ന് അവിടെ ഇരുന്ന് സെറ്റായിട്ടൊക്കെ കഴിക്കുന്നതല്ലേ അതിന്റെ ഒരു ടേസ്റ്റ്. പിന്നെ തൈര്, ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടൊരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും ഒരു കോംബോ സൈഡ് ഡിഷ് ആയിട്ട് എടുത്തു. പിന്നെ കപ്പയാണേല് ഫ്രോസൺ കപ്പയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പൊ നമ്മള് ഫ്രോസൺ കപ്പ മേടിച്ചിട്ടാണ് ഇങ്ങനെ കപ്പ ഇളക്കി എടുക്കുന്നത്. ഫ്രോസൺ ആണെന്ന് കരുതി ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ടേസ്റ്റ് ഒക്കെ തന്നെയാണ്. നമുക്കിവിടെ കൂടുതൽ സാധനങ്ങളും ഫ്രോസൺ ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. വെജിറ്റബിൾസ് വരെ നമുക്കിവിടെ ഫ്രോസൺ ആയിട്ടാണ് കിട്ടുന്നത്. നമ്മുടെ പപ്പീസിന്റെ ഗ്രൂമിംഗ് ഡേ ആയിരുന്നു. മുടിയൊക്കെ ഒത്തിരി വളർന്നു. അപ്പൊ പിന്നെ അവരെ ഒന്ന് ഗ്രൂം ചെയ്യാനായിട്ട് ഒരിടത്ത് കൊണ്ടാക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഏകദേശം ഒരു 5 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ. അവിടെ ഒന്ന് എത്തി. പിന്നെ അവര് നമ്മളെ ടോട്ടലി അങ്ങ് മറന്നുപോയി. അവർക്ക് പിന്നെ അവിടെ ആണ് കളിയും കാര്യമൊക്കെ ആയിട്ട് അവരവിടെ അങ്ങ് കൂടുവാ. 2 പേർക്കും ഗ്രൂമിംഗ് ചെയ്യുന്നോണ്ട് തന്നെ നമ്മളോടൊരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാനാ പറഞ്ഞത്. അപ്പം നമ്മൾ എന്തായാലും ഇവിടെ ഇനി തിരിച്ച് വരുമ്പഴത്തേക്ക് നേരെ ഇരുട്ടും. കാര്യം ഇവിടെ 5 മണിയാകുമ്പോഴേക്ക് നേരെ ഇരുട്ടുവാണ്. അപ്പം നമുക്കിനി രാത്രിയിലായിരിക്കും വന്ന് പിക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മള് അവർക്ക് ഫുഡ് മേടിക്കാനായിട്ട് ഒരു പെറ്റ് ഷോപ്പിൽ പോയി. അവരുടെ ഫുഡ് ഏകദേശം തീരാറായിട്ടിരിക്കുവായിരുന്നു. ഇത് പെറ്റ്സ് ഫുഡ് മാത്രം കിട്ടുന്ന ഒരു ഷോപ്പാണ്. കറങ്ങി നടന്നാ കുറച്ചധികം കാര്യങ്ങള് കാണാനുണ്ട് ഇവിടെ. പെറ്റ്സിന്റെ ട്രീറ്റ്സ് ഉണ്ട്. പെറ്റ്സിന്റെ ഗ്രൂമിംഗ് സാധനങ്ങളുണ്ട്. പിന്നെ ഇവിടെ തന്നെ ഡോഗ് വാഷും പെറ്റ് ഗ്രൂമിംഗും ഒക്കെ കാണാം. നമ്മളെപ്പോ വന്നാലും ഇതിനകത്ത് കുറച്ചധികം നേരം ഒന്ന് കറങ്ങി നടന്ന് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടൊക്കെ പോകത്തുള്ളൂ. ചുമ്മാ ഒരു രസമല്ലേ. ഡിന്നറിന് നമുക്കിന്ന് പൊറോട്ടയാണ്. പൊറോട്ട ഈ പറയുന്ന പോലെ ഫ്രോസൺ ആണ്. അത് നമ്മള് കല്ലിലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ യഥാർത്ഥ പൊറോട്ടയായി. അതിന്റെ ഒപ്പം നല്ല ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു. പൊറോട്ട നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് നമ്മളിതേ ഇതുപോലെ കയ്യിലിങ്ങനെ അടിച്ചെടുക്കാറുണ്ട്. അപ്പൊ അത് കറക്റ്റ് അപ്പൊ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പൊറോട്ടയുടെ ഒരു ടേസ്റ്റും ആ ഒരു ടെക്സ്ചറും ഒക്കെ ആയിത്തീരും. അപ്പൊ ഇതൊക്കെയായിരുന്നു ഒരു ദിവസത്തെ ചെറിയ വിശേഷങ്ങള്. ഇനി നമുക്ക് പപ്പീസ് റെഡിയായി കഴിയുമ്പോ അവരെ പിക്ക് ചെയ്യാൻ പോണം. ഇപ്പൊ ഇവളുമാർ ഇവിടെ എന്താ കാണിച്ചു കൂട്ടുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. കടി കൂടുവാണോ സ്നേഹിക്കുവാണോ എന്നൊന്നും അറിയത്തില്ല. അപ്പൊ ശരി, എന്നാ അടുത്ത വീഡിയോയിൽ കാണാം.